മോർണിംഗ് സാർ. ആ കേട്ടില്ല. താനകത്ത് കട്ടിലിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് ബാഗിലേക്ക് വെക്കും. ശരി സാർ. താൻ കഴിച്ചായിരുന്നോ? ഇഡ്ഡലി അല്ലേ? അല്ല, അപ്പം. ഓ, താനേ പുറത്ത് കഴിച്ചാൽ മതി. ഇഡലി അപ്പം കണ്ടാൽ തിരിച്ചറിയില്ലല്ലോ. ഇനി ഭക്ഷണത്തിൻ്റെ പേര് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ കഴിക്കുള്ളൂ. കുറ്റം പറയാൻ പറ്റില്ല. ഹലോ. ആ ഏട്ടാ, ആ നീ എവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ രാത്രി എത്തി. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. മോനെ, നീ തിരിച്ചോ? ഇല്ലമ്മേ, ഇന്ന് രാത്രി എത്തും. എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക്? 11 മണി കഴിഞ്ഞ് പോവും. അവളെ എണീറ്റിട്ടില്ല. നിന്നെ കാണാത്ത വിഷമം ഉണ്ടാവക്ക്. പണി പോലീസിലല്ലേ അമ്മേ? കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടല്ലോ. സുജി എണീക്കുമ്പോൾ ഞാൻ വിളിക്കാം മോനെ. ശരിയമ്മേ. ബാഗിൽ നിന്ന് ക്യാഷ് എടുത്തോ? ആ, അതൊക്കെ എടുത്തു മോനെ. ശരിയപ്പോ. ചുളുങ്ങി കിടന്നെന്നും പറഞ്ഞ് എൻ്റെ നോക്കിയിട്ട് കാരണം. വല്ലപ്പോഴും ആ ജീപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചൂടെ? എന്നാത്തിനാ സാറേ? നമുക്ക് പുതിയ വണ്ടി കിട്ടിയില്ലേ? കുറേ നാൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ ചുമക്കാൻ. സാറേ, അത് ടെൻഡറായി. അടുത്ത ആഴ്ച പൊളിക്കാൻ കൊണ്ടുവന്നാ പറയും സാർ പറഞ്ഞേ. ഞാൻ നാട്ടിൽ പോകുമ്പോഴെങ്ങാനും ആണ് അവർ വണ്ടി കൊണ്ടുപോകുന്നതെങ്കിൽ താക്കോല് മേശക്കകത്ത് വെച്ചോ. എടുത്തോട്ടെ സാർ, കൊടുത്തേക്കാം. സാറേ, എവിടെ നടത്തണമെന്ന് പറഞ്ഞേ? അങ്ങോട്ട് നിർത്തിക്കോ. ആ, പോരാ. ശരി സാർ. ഗിഫ്റ്റ് കൊടുക്കാനാണോ സർ? അല്ല, വീട്ടിലേക്കാ. ഈ ജനിച്ച കുട്ടികൾക്കുള്ള എന്തെങ്കിലും. ബേബി സെറ്റ് മതിയോ? ആ, ബോയ് ആണോ ഗേൾ ആണോ? രണ്ടും എടുത്തു. ട്വിൻസ് ആണല്ലേ? അറിയില്ല, നാളെയാ ഡെലിവറി. സാറേ, പിള്ളേരുണ്ടാവണേക്കുമ്പോൾ അവർക്കുള്ള സാധനങ്ങൾ വാങ്ങി വെക്കരുന്ന കാരണന്മാർ പറയാറ്. ഓ, അതിന് നമ്മുടെ പോലീസുകാരെ പിള്ളേർന്ന് പെടത്തില്ലോ. താൻ വണ്ടി എടുക്കും. രാവിലെ തന്നെ എന്തോ കുരിശുമായിട്ടാണല്ലോ. ഇയാൾ സ്ഥിരം വന്നിതൊരു കുരിശുപള്ളിയാക്കുമെന്ന് എൻ്റെ പേടി. നമസ്കാരം സാറേ. നമസ്കാരം. എന്താ മാഷ? ഒരു ഒളിച്ചോട്ട കേസാ. എനിക്കറിയാവുന്നൊരു ഫാമിലിയാ. 5-6 വോട്ടുള്ളതാ. സാറും സെറ്റിൽ ചെയ്ത് തരണം. ഈ ഫാമിലി കുറച്ചിടങ്ങേറാ. അത് പിന്നെ ഇടങ്ങേറാക്കാതിരിക്കും മാഷ. ഒരു 10 മിനിറ്റ് ഇപ്പോൾ വിളിക്കും. പിന്നെ സാറിൻ്റെ മൂഡ് മോശമാണോ? നല്ല മൂടാ. ഭാര്യനെ ഡെലിവറിക്ക് വരുമ്പോൾ ഒരു ഭർത്താവിന് നല്ല മൂടായിരിക്കും. സാർ, ഇവിടേക്ക് ഒന്ന് അടിച്ചു വരിയിടാൻ പറ വർഗീസ്. ആരെങ്കിലും കയറി വന്നാൽ തന്നെ പേടിച്ച് ഓടുമല്ലോ. ശരി സാർ. തന്നെ പുറത്തേക്ക് കയറി വിളിക്കും. ഓക്കെ സാർ. വർഗീസേ, സാർ, തന്നെ പിള്ളേരെയും വീട്ടുകാരെയും കൊണ്ട് വിളിക്കും. സാർ. പിന്നെ മഹേഷിനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറ്റി വിടണം. പിന്നെ അകത്തിട്ട് നലമ്പാവും. പറയാം സാർ. സർ, ആ സേതു ഏട്ടാ, ഇപ്പഴാ എഴുന്നേറ്റ്. ഏട്ടൻ എപ്പോഴാ എത്തുക? CI ഓഫീസിൽ പോയി സൈൻ വാങ്ങിച്ചിട്ട് വൈകിട്ട് തിരിക്കും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഏട്ടാ, കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവും. ഞാനെത്താം. വാ, കയറിച്ചല്ലേ. ഞാൻ വിളിക്കാം സുജയ്. സാറേ നമസ്കാരം. ഇരിക്കും. സാറേ, ഇതാ പെണ്ണിൻ്റെ അച്ഛൻ. ഇത് ചെറുക്കൻ്റെ. മഹേഷേ, എന്താണ് വീട്ടുകാരുടെ തീരുമാനം? സാറേ, പിള്ളേരാണ് ഒരു മേജറാ. പിന്നെ വീട്ടുകാരെ തല്ലു മേടിച്ചാൽ ഈ കൊച്ചുവനോട് ഇറങ്ങി വന്ന് അവൻ കെട്ടാൻ തയ്യാറാ. ഇവർ സഹകരിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നടത്താം.
അതല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ്. ചേട്ടൻ എന്ത് പറയുന്നു? സാറേ, ഞാൻ ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ്. അതിൻ്റേതായ കുറച്ച് മോശടത്തരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇവളെയും താഴത്തോളെയും ഞങ്ങൾ പൊന്നുപോലെ വളർത്തിയിട്ടുള്ളത്. ഇവളെ ഇറങ്ങിപ്പോന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ചേട്ടാ ഇവര് ജീവനുണ്ടെങ്കിൽ ഞങ്ങളത് സമ്മതിക്കൂല സാറേ. ബിനു, സാർ അവരെ അങ്ങോട്ട് ഇരുത്തിക്കേ. ചേച്ചി കൊക്കിനെ കാണുമ്പോൾ പിന്നെ കൊല്ലം അവിടെ പോയിരിക്കേ. അവിടെ പോയിരിക്കേ ചേച്ചി. ഈ സമയത്താണ് കൊക്കിനെ കൊല്ലുന്നത്. ചേട്ടാ പിള്ളേർ പ്രായത്തിൻ്റെ വിവരക്കേട് കൊണ്ട് കാണിക്കുന്നത്. നിങ്ങൾ വീട്ടുകാരെന്തെങ്കിലും തീരുമാനം എടുക്കുക, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ കോടതിയൊക്കെ കയറി ഇറങ്ങി ആകെ നാണക്കേടാവും. സമ്മതിക്കല്ലേ ചേച്ചി, ഒരു കാരണവശാലും സമ്മതിക്കരുത്. തൻ്റെ പേരെന്താ? അഞ്ജു. തൻ്റെയോ? ഹരികൃഷ്ണൻ. താൻ പഠിക്കുവാണോ? ഫാഷൻ ഡിസൈനറാ. നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനമൊക്കെ എടുത്തോ, അതൊന്നും ആരും തടയത്തില്ല. പക്ഷെ വീട്ടുകാരുടെ കൂടെ കാര്യം നോക്കിയിട്ട് വേണം ആ തീരുമാനം. അവൾ പഠിക്കൂല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് പോരേ കല്യാണം? പറ്റത്തില്ല സാറേ, ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. അതെന്താണ് നിനക്ക് വൈകിട്ടുണ്ടോ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാനായിട്ട്? ചേച്ചി അവിടെ ഇരുന്നേ. അവിടെ ഇരിക്കച്ചി, അവിടെ പോയിരിക്കേ. ചേട്ടാ കൂടെ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയി സംസാരിച്ച് നിങ്ങളായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കും, ഇല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം. ഇതിൽ കൂടുതലൊന്നും ഇതിനകത്ത് ഞങ്ങൾക്ക് ചെയ്യാനില്ല. മോളെ ഇത് ഈ പ്രായത്തിൻ്റെ തൽക്കാലം അച്ഛനൊപ്പം ചെല്ല്. പഠിത്തമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ആലോചിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം. പറ്റില്ല സാർ, ഞങ്ങളുടെ കല്യാണം ഉടനെ തന്നെ നടത്തണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ പോവാം. പിന്നെ എന്നെ തല്ലാനും പാടില്ല. നിന്നെ തല്ലുവല്ലടി, കൊല്ലും ഞാൻ. അതെ, ഭീഷണിയൊക്കെ അങ്ങ് പുറത്ത്. മഹേഷേ, കോടതിയിൽ ഹാജരാക്കും. ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ശരി സാർ. ഫാഷൻ ഡിസൈനർ നന്നായി വരും. പെൺകുട്ടിയുടെ വീട്ടുകാരല്ലേ പരാതി സംസാരിച്ച് തീരുമാനം അല്ലെങ്കിൽ കേസ് എടുത്ത് രണ്ടുപേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഓക്കെ സാർ. വെറുതെ നമ്മൾ പുലിവാല പിടിക്കണം. ശരി സാർ. ഞാനൊന്ന് ചെയ്യാൻ കണ്ടു. ഓക്കെ. കണ്ട പോലീസും കൈയൊഴിഞ്ഞു. സാറേ, എന്ത് വേണം? ഈ PCC റെഡിയാക്കാനായിട്ട് ഫോം ഫിൽ ചെയ്ത് അകത്ത് കൊടുത്തിട്ട് നാളെ വന്നാൽ മതി. ശരി സാർ. സാറേ, കോടതി എത്തിക്കാതെ ഒന്ന് സെറ്റിലാക്കി കൂടെ? കോടതി കയറുന്നത് ഞങ്ങൾക്കൊരു നിർബന്ധമില്ലല്ലോ. ആ പെണ്ണിന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കി. 18 വർഷം വളർത്തി തന്തയും തള്ളം കളഞ്ഞിട്ട് ഇന്നലെ കണ്ടൊരുത്തോടെ ഇറങ്ങിപ്പോകും. ഇതെങ്ങാനും പെരുവഴിയിലായാലും നാളെ അവരെ ഒന്ന് നോക്കണ്ടേ? അല്ല, അത് ശരിയാ, നമുക്ക് മക്കളൊക്കെ ഉള്ള. എനിക്ക് മക്കളൊന്നുമില്ല. പക്ഷേ അച്ഛൻ്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം അയാളുടെ ഉള്ളിലെ വിഷമം. കോടതിയിൽ നിന്ന് എന്ത് വേണേ അയക്കും. ആ പിന്നെ ഇമ്മാരി കേസിൻ്റെ വക്കാലത്തുമായിട്ട് ഇനി ഇങ്ങോട്ട് വന്നേക്കണം. ശരി സാർ. ASI വർഗീസിനെ കണ്ടാൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ശരി.